ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പഴവും തേങ്ങയും കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നെയ്യ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ പായൊക്കെ നന്നായിട്ട് ചേർന്ന് നിൽക്കത്തുള്ളൂ. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴേക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഇനി നെയ്യൊന്ന് ജസ്റ്റ് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. നെയ്യൊന്ന് ഉരുകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതാ നെയ്യ് ഉരുക്കിയിട്ട് എല്ലാ സൈഡിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ബനാന ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമ്മളിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പഴം കുറച്ച് വഴന്ന് കഴിഞ്ഞിട്ട് മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതവിടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴന്നിട്ട് ഒടിയേണ്ട ആവശ്യമില്ല. ഒടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല എനിക്കിതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴൊക്കെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പഴം കടിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒടിഞ്ഞതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു ബൈറ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കോട്ടിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി എടുത്താലും മതി. നമ്മൾ ഇത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറം ഭാഗം. അപ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടാവുക. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് ഇതേപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് റസ്ക് പൊടിയാണ്. അപ്പോൾ റസ്ക് പൊടി ഇല്ലെങ്കിൽ അതിന് പകരം ഒരു 3 സ്ലൈസൊക്കെ ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്യുമല്ലോ, അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് റസ്ക് പൊടി കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം എല്ലാ സൈഡിലും. നമുക്കിനി ഇത് നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്കിത് വഴറ്റാതെ തന്നെ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കുറച്ച് തേങ്ങയും ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകിട്ട് ചായക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പലഹാരമൊക്കെ ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം. ഇതാകുമ്പോൾ വയറ്റുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഞാനിവിടെ എല്ലാം ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഓയിൽ എടുത്തിട്ടിട്ട് 2 സൈഡും ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. കാരണം ഈ പുറം ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അകത്തുള്ളതൊക്കെ നന്നായിട്ട് ഓൾറെഡി വെന്ത സാധനമാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും. കാരണം ഈ റസ്ക് പൊടിയൊക്കെ ആണല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാനേ ഉള്ളൂ. അപ്പോൾ അത് ഒരു സൈഡ് ഓൾറെഡി ആയി. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം. ഒരുപാട് ടൈം വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാനിതിവിടെ വറുത്ത് കോരാണ്.
രണ്ട് സൈഡും ഓൾറെഡി മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴും അതേപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇത്. ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല. നമുക്ക് പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് വൈകിട്ട് ചായയ്ക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ ഈ കോൺഫ്ലവറിലൊക്കെ മുക്കിയെടുത്തതുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെയാണ് പഴം ഉണ്ടാവുന്നത്. പഴവും തേങ്ങയൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്